ഹായ്, എൻ്റെ പേര് അർച്ചന രവി. ഞാൻ മിസ് സൗത്ത് ഇന്ത്യ 2025 ഡയറക്ടറാണ്. സോ ഈ വർഷം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ചേഞ്ചസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ ഈ സൗന്ദര്യ മത്സരങ്ങളിൽ ആൾക്കാരായിട്ട് കുറേ ഉണ്ടാക്കിയിട്ടുള്ള റൂൾസ് ഉണ്ട്. അതായത് ഇന്ന കളർ ആയിരിക്കണം, ഇന്ന ഹൈറ്റ് ആയിരിക്കണം, ഇന്ന വെയിറ്റ് ആയിരിക്കണം, ഇന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കണം എന്നാണ് ഈ കഴിഞ്ഞ 50-60 വർഷമായിട്ട് എല്ലാ സൗന്ദര്യ മത്സരങ്ങളും നടക്കുന്നത്. പക്ഷെ ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ എന്ന് പറയാം, ബിയോണ്ട് ബൗണ്ടറീസ് ബിയോണ്ട് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗ് ലൈനായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഒരു ഹൈറ്റ് ക്രൈറ്റീരിയ ഇല്ല, ഒരു വെയിറ്റ് ക്രൈറ്റീരിയ ഇല്ല, ഒരു രജിസ്ട്രേഷൻ ഫീസും ഇല്ല, ഒന്നും ഇല്ലാണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള 22 ഗേൾസിന്, അതായത് സൗത്ത് ഇന്ത്യയിലുള്ള 5 സ്റ്റേറ്റ്സിലെ 22 ഗേൾസിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഞങ്ങൾ എൻ്റെയും ഒരു പ്രീവിയസ് എക്സ്പീരിയൻസസ് ഏറ്റവും കൂടുതൽ ബ്യൂട്ടി പാജൻസ് ആയിരുന്നു. ഞാൻ മിസ് യൂണിവേഴ്സ് ഇന്ത്യയുടെ ടോപ്പ് 10 ആയിരുന്നു, ഫെമിന മിസ് ഇന്ത്യ ടോപ്പ് 3 ആയിരുന്നു. ഈവൻ ഈ കോമ്പറ്റീഷൻ 2016 ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു. സോ ഞാനും സഞ്ചരിച്ച എൻ്റെ ആ ഒരു എക്സ്പീരിയൻസസിൽ വളരെയധികം ആൾക്കാർ രജിസ്ട്രേഷൻ ഫീസ് വാങ്ങിക്കുന്നു, കുട്ടികളെ വളരെ രീതിയിൽ മിസ്ലീഡ് ചെയ്യുന്നു, അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വർഷം മിസ് സൗത്ത് ഇന്ത്യ 2025 ബിയോണ്ട് ബൗണ്ടറീസ് ബിയോണ്ട് ബ്യൂട്ടി എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 13 ദിവസത്തെ പ്രോഗ്രാമാണ്. 10 ദിവസം കേരളത്തിലും 4 ദിവസം ബാംഗ്ലൂരിലായിട്ടാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കോമ്പറ്റീഷൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മുടെ CSR ഇനീഷ്യേറ്റീവ് ആക്ടിവിറ്റിയാണ്. എല്ലാവരും പറയാറുണ്ട് ഞങ്ങൾ സൊസൈറ്റിക്ക് വേണ്ടി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, പക്ഷെ ആരും ചെയ്യാറില്ല. പക്ഷെ ഞങ്ങളുടെ കുട്ടികളെ കമ്മ്യൂണിറ്റി ഫണ്ട് ചെയ്തിട്ട് NICU ഇൻക്യുബേറ്റേഴ്സ് ആൻഡ് വെന്റിലേറ്റേഴ്സ് റൂറൽ ഹോസ്പിറ്റലിലേക്ക് ഡൊണേറ്റ് ചെയ്യാണ്. ആ ഡൊണേഷൻ നടക്കാൻ പോകുന്നത് 30 സെപ്റ്റംബർ വുഡ് ആപ്പിൾ ബൈ ആർട്ടിസ്ട്രിയിൽ ഹൈബീഡൻ സർ ആയിരിക്കും ഒഫീഷ്യലി അത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വർഷം തീർച്ചയായിട്ടും ഞങ്ങൾ വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവരും എന്ന് വിശ്വസിക്കുന്നു. ഹായ്, നമസ്കാരം. എൻ്റെ പേര് ശ്വേത ജയറാം. ഞാൻ മിസ് സൗത്ത് ഇന്ത്യ 2025 ഒഫീഷ്യൽ ഗ്രൂമറാണ്. സോ ഇപ്രാവശ്യത്തെ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ പാജൻട്രി ഒരുപാട് ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഗേൾസിൻ്റെ എക്സ്പോഷർ കൊടുക്കുക. അത് അവർ ഏത് ഇൻഡസ്ട്രിയിലേക്ക് പോവുകയാണെങ്കിലും അവർക്ക് മാക്സിമം എക്സ്പോഷർ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. സോ നമുക്ക് വിഷൻ ബോർഡ് മേക്കിംഗ്, വളരെ എമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ സെഷൻസ്, ഫോട്ടോ ഷൂട്ട്സ്, അതും ബിഗ് ബാനർ ഡിസൈനേഴ്സിൻ്റെയും ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കൂടെയൊക്കെയുള്ള സെഷൻസ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ പാജൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വരുന്ന 13 ഡേയ്സ് അവർ ഇവിടുന്ന് കടന്നു പോകുമ്പോൾ അവർ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ആളായിട്ടായിരിക്കണം പോകേണ്ടത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ബിയോണ്ട് ബ്യൂട്ടീസ് ബിയോണ്ട് ബൗണ്ടറീസ് ഉള്ള കോൺസെപ്റ്റാണ്. അതായത് ഏത് സ്കിൻ കളർ ആയാലും, ഏത് ബോഡി ടൈപ്പ് ആയാലും, ഏത് ഹൈറ്റിൽ വരുന്ന ആൾക്കാരാണെങ്കിലും സൗന്ദര്യപട്ടം കിട്ടാൻ പറ്റും എന്ന് നമ്മൾ വിശ്വസിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു പാറ്റേൺ നമ്മൾ ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത്. സോ വി ആർ വെരി എക്സൈറ്റഡ്. എല്ലാവരും ഈ ഒരു പ്രോഗ്രാം കാണണം ആൻഡ് യു ഷുഡ് സപ്പോർട്ട് സച്ച് പാജൻസ്. കാരണം ഇതാണ് ദ ന്യൂ എറ ഓഫ് പാജൻട്രി എന്ന് എന്തായാലും പറയും. ഇത് കേരളത്തിൽ നിന്ന് മാത്രമുള്ളൂ അതോ ഇന്ത്യയിൽ നിന്നെല്ലാം വരുന്നുണ്ടോ? നമ്മൾ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. കേരള, കർണാടക, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, അങ്ങനെ 5 സ്റ്റേറ്റ്സിനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എങ്ങനെയുള്ള ഇവരെ എങ്ങനെയുള്ള രീതിയിൽ പങ്കെടുപ്പിക്കാനായിട്ട്? ഓക്കെ, നമുക്ക് ഫസ്റ്റിൽ ആദ്യം നമ്മളൊരു ഓഡിഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 600 ആപ്ലിക്കേഷൻസിൽ നമ്മളൊരു 30-35 ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ബാംഗ്ലൂരിൽ നമ്മുടെ ഓഡിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓഡിഷൻ സാധാരണ മിസ് സൗത്ത് ഇന്ത്യയിൽ നമ്മൾ ഓരോ സ്റ്റേറ്റിൽ ഇത്ര ആൾക്കാരെന്ന് വെച്ചായിരുന്നു എടുത്തിരുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പൊട്ടൻഷ്യൽ ആൾ ഏത് സ്റ്റേറ്റിൽ നിന്നാണെങ്കിലും അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം എന്നുള്ളതാണ്. സോ നമ്മൾ മാക്സിമം അവരെ സ്റ്റേറ്റ് നോക്കാതെ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കാതെ നമ്മൾ പൊട്ടൻഷ്യൽ ആൾക്കാരെ ഗ്രൂം ചെയ്ത് ട്രെയിൻ ചെയ്ത് ഒരു ബെറ്റർ പേഴ്സൺ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. നമ്മൾ ഓവറോൾ ആണ് നോക്കിയത്. അവരുടെ ലൈഫിൽ അവർക്ക് എന്താണ് ചെയ്യാനുള്ളത്, ഈ പാജനോട് അവർ പേഴ്സണലി എന്താണ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം അവരുടെ ഗ്രൂമിങ്, വോക്ക്, അവരുടെ പേഴ്സണാലിറ്റി, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ളവർ, അങ്ങനെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ആൾക്കാരെയാണ് നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത് ഇപ്രാവശ്യം. അതെ, ഇന്നാണ് നമ്മുടെ ഫസ്റ്റ് ഡേ. നമ്മൾ ഇന്ന് സാഷ് ഒക്കെ ചെയ്ത് ജേർണി തുടങ്ങുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ കുറേ അധികം അടിപൊളി ഇവന്റ്സ് ആയിരിക്കും വരുന്നത്.